Spairo പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ആമുഖമില്ലാണ്ട് ഡയറക്റ്റ് തുടങ്ങുകയാണ്. കഴിഞ്ഞ വീഡിയോൻ്റെ പാർട്ട് 2 ആണിത്. അത് Zorin OSനെ കുറിച്ച് തന്നെയായിരുന്നു. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേപോലെ തന്നെ വെബ്സൈറ്റ് കയറിയിട്ട് തന്നെയാണ് നമ്മൾ ഇതും ഡൗൺലോഡ് ചെയ്യുക. അതിലുള്ള ലൈറ്റ് എന്ന് പറയുന്നൊരു വെർഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ആമുഖങ്ങളില്ലാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ എത്ര പേര് ഈ ലാപ്ടോപ്പിനെ കുറിച്ച് ഫെമിലിയർ ആണെന്ന് എനിക്കറിയില്ല. നമ്മളിവിടെ ThinkPad എന്ന് പറയുന്നൊരു ലാപ്ടോപ്പാണ് ഇന്ന് OS മാറ്റാൻ പോകുന്നത്. ThinkPad ഈസ് എ ഓൺലൈൻ ബിസിനസ് ഓറിയൻറ്റഡ് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ടാബ്ലറ്റ് ഡിസൈൻ. ഇതിൻ്റെ ഡെവലപ്മെൻറ്റും മാർക്കറ്റിങ്ങും പിന്നെ അതിൻ്റെ സെല്ലിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലെനോവോ ആണ്. ലെനോവോ IBM കൂടി ഒരു കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ThinkPad. ഇതിൻ്റെ ഈ ഒരു ബോക്സ് പോലത്തെ ഒരു ഡിസൈനാണുള്ളത്. ഇത് 1990 ഒരു ഇൻഡസ്ട്രിയൽ ഡിസൈനറായ റിച്ചാർഡ് സാപ്പർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡിസൈൻ ചെയ്തത്. നമ്മൾ OS ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തിൽ ഇന്റൽ സെൻട്രിയോ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇതിൽ കമ്പനി തരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് XP പ്രൊഫഷണൽ ആണ്. അതേപോലെ CPU എന്ന് പറയുന്നത് ഇതിൻ്റെ ഇന്റൽ പെന്റിയം M725 1.6 GHz ഒരു പ്രോസസ്സറാണ്. ഇന്റൽ 855EM എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റിൻ്റെ ടൈപ്പാണ് ഇതിൽ വരുന്നത്. അതിൽ മെമ്മറി സ്പെസിഫിക്കേഷൻ പറയുമ്പോൾ PC 2700 എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള റാം DDR SD റാം എന്ന് പറയുന്ന ഒരു നമ്മുടെ DDR3-ൻ്റെയും 4-ൻ്റെയും ഒക്കെ മുന്നേ ഉള്ള ഒരു DDR SD റാം എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് കമ്പനി തരുന്നത് 512 MB റാമിലാണ്. മാക്സിമം സ്പീഡ് 333 അതായത് 333 MHz ആണ്. പിന്നെ ഇതിൻ്റെ മെമ്മറി മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത് 2 GB വരെയാണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1400x1050 ആണ്. വൈഡ് സ്ക്രീൻ ഇതിൽ അവൈലബിൾ അല്ല. അതേപോലെ 16.7 മില്യൺ കളേഴ്സ്, അത് 24 ബിറ്റ് ആണ്. പിന്നെ ഇതിലൊരു ഗ്രാഫിക് പ്രൊസസ്സർ വരുന്നുണ്ട്, APG4X Ti മൊബിലിറ്റി റേഡിയോ 9000 എന്ന് പറയുന്ന ഒരു ഗ്രാഫിക് പ്രൊസസ്സർ വരുന്നുണ്ട്. പിന്നെ മാക്സിമം സ്പീഡ് 4200 RPM ആണ്. പിന്നെ ഇതിൽ വയർലെസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. ഇന്റൽ പ്രോ വയർലെസ് 22000 BG എന്ന് പറയുന്നത്, അത് 2200 BG. പെന്റിയം സീരീസിലാണ് ഈ മോഡൽ R51 എന്ന് പറയുന്ന ThinkPad വരുന്നത്. അതേപോലെ ഇതിൽ ലിഥിയം അയോൺ ബാറ്ററി തന്നെയാണ്. മാക്സിമം റൺ 3.7 hours നമുക്ക് ഈ സിസ്റ്റം ഈ ബാറ്ററിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ അടുത്ത Zorin OS നമ്മളൊരു പെൻ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ആ പെൻ ഡ്രൈവിലേക്ക് Zorin OS എങ്ങനെ ബൂട്ടബിൾ ആക്കുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട മുമ്പത്തെ വീഡിയോയിൽ Zorinൻ്റെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. റൂഫൂസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ഡൗൺലോഡാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ OS പെൻ ഡ്രൈവിലേക്ക് ബൂട്ടബിൾ ആക്കി. അത് ജസ്റ്റ് വിഷ്വൽസ് ഞാനൊന്ന് ഫോർവേഡ് ചെയ്ത് കാണിക്കുകയാണ്. ഈ ലാപ്ടോപ്പിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറയാൻ കാരണം ഇത് അത്രയും ഓൾഡ് ലാപ്ടോപ്പാണ്. ഇതൊരു പഴയ ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെക്കൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പം ഈ വീഡിയോസ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കുറേ മുമ്പേ നമ്മൾ റെക്കോർഡ് ചെയ്തതാണ്. നമ്മൾ ഫ്രീ ടൈമിനനുസരിച്ചാണ് ഇവിടെ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയ കിട്ടിയ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലാണ്, ലെങ്ത്ത് ഒന്ന് കുറയ്ക്കാനും അങ്ങനത്തെ കുറച്ച്. അപ്പോൾ നമ്മൾ ആ അഭിപ്രായങ്ങളൊക്കെ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നമ്മൾ മാക്സിമം കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, റൂഫൂസ് ഉപയോഗിച്ച് നമ്മൾ ബൂട്ടബിൾ ആക്കിയ പെൻ ഡ്രൈവ് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ Zorin ആയിട്ടുണ്ട്. നമ്മൾ പെൻ ഡ്രൈവിൻ്റെ പേര് തന്നെ കാണാം, അത് ബൂട്ടബിൾ ആയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫയൽസൊക്കെ നമുക്കിവിടെ കാണാം. ഞാനിപ്പോൾ ഇജക്റ്റ് ചെയ്യുകയാണ് സിസ്റ്റത്തിൽ നിന്ന്. ബൂട്ടബിളായി. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട നമ്മുടെ ThinkPadലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. സ്റ്റാർട്ട് മെനുവിൽ പോയി ഓക്കെ, സിസ്റ്റം നമ്മൾ റീസ്റ്റാർട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എന്നേക്കുമായി XPയുടെ മ്യൂസിക്കോടുകൂടി XP ഗുഡ് ബൈ പറഞ്ഞു. IBM ThinkPad ഇന്റൽ ഇൻസൈഡ് അവരൊരു ബാഡ്ജിങ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ സ്റ്റാർട്ടപ്പ് എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. നേരെ കോൺഫിഗറേഷനിലേക്ക് പോയി. ഓക്കെ, USB നമ്മൾ എനേബിൾ ചെയ്തു. ഓക്കെ, ഇത് നിങ്ങളുടെ സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ആയിരിക്കും കേട്ടോ. ബയോസിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാന്നുള്ളത് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ആ സിസ്റ്റത്തിൻ്റെ പേരും ബയോ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബയോസിൻ്റെ ആക്സസ് കീ ഒക്കെ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഞാൻ ബൂട്ടിലേക്ക് കയറി. ബൂട്ടിൽ പ്രയോറിറ്റി ഓൾറെഡി USB ഞാൻ ആക്കിയിരുന്നു. ഇപ്പോൾ USB തന്നെയാണ് കിടക്കുന്നത്. USB അതിൻ്റെ താഴെ ഫ്ലോപ്പി ഡിസ്ക് കിടക്കുന്നുണ്ട്. പിന്നെ DVD ഉള്ള ഒരു CD ROM ഉള്ള ഒരു സിസ്റ്റം അതിനൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ താഴെ കിടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് പ്രയോറിറ്റി 1 USB ആണ്. നമ്മൾ USB കൊടുത്തു.
സേവ് ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ താഴെ ഇതിൻ്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സേവ് ആൻഡ് എക്സിറ്റ് പറയുന്ന F10 ആണ്, നമ്മൾ F10ലേക്കാണ്. ഓക്കെ, അത് ചോദിക്കുന്നുണ്ട് യെസ് ആണോ സേവ് ആൻഡ് എക്സിറ്റ് ആണോ. കോൺഫിഗറൻസ് നമ്മൾ സെറ്റപ്പ് സേവ് ചെയ്തു, എക്സിറ്റ് ചെയ്തു. സിസ്റ്റം ഒന്നും കൂടി റീബൂട്ട് ആവുന്നുണ്ട്. IBM ThinkPad ബാഡ്ജ് വന്നു, Intel ഇൻസൈഡ്, ബ്ലാക്ക് സ്ക്രീൻ. പഴയ സിസ്റ്റം കൊണ്ട് ചെറിയൊരു സ്ലോ ഉണ്ടാവും, പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം. ഓക്കെ, സോറിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. OS എടുത്തു, നല്ലൊരു അടിപൊളി ഒരു വ്യൂ വന്നിട്ടുണ്ട്, ഒരു പുഴയുടെ തീരം. ഓക്കെ, ട്രൈ ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ലാംഗ്വേജ് ഫസ്റ്റ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു, ട്രൈ ആൻഡ് ഇൻസ്റ്റാൾ ചോദിച്ചു, ഇൻസ്റ്റാൾ കൊടുത്തു. നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. പിന്നെ തേർഡ് പാർട്ടി നമ്മൾ നേരത്തെ ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ഇൻസ്റ്റാളേഷൻ വീഡിയോയിലുള്ള പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാത്തത്. നമ്മളിവിടെ ഡിസ്ക് ഇറേസ് ചെയ്തിട്ട് ചെയ്യുന്നതിനെ കൊണ്ട് രണ്ടാമത്തെ ഓപ്ഷനാണ്. വിൻഡോസ് XPനെ വെച്ചിട്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കത് വേണ്ട, നമ്മൾ ഇറേസ് ചെയ്യണം, നമ്മൾ ടോട്ടലി അത് ഒഴിവാക്കുകയാണ്. സോറിൻ മാത്രം മതി. അതുകൊണ്ട് രണ്ടാമത്തെ ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ സോറി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു, നെക്സ്റ്റ് അടിച്ചു. പാർട്ടീഷനെ കുറിച്ചൊക്കെ അത് അവരുടേതായ ഇതിന് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ യെസ് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ സെലക്ട് ചെയ്തു. ഇന്ത്യ സെലക്ട് ചെയ്താൽ കൊൽക്കത്തയാണ് വരിക. ഇത് കൈ പിടിക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ ഇത് ക്യാം ഷെയ്ക്ക് ആവുന്നത്. അടുത്ത പ്രാവശ്യം ഞാൻ ഷെയ്ക്ക് ചെയ്യാതെ ഷൂട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ കീബോർഡ് ലേഔട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് US ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ പേര് നമ്മളിവിടെ സ്പൈറോ എന്ന് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു. ഇൻസ്റ്റാളേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. കോപ്പിംഗ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി നമ്മൾ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാണ്. റീസ്റ്റാർട്ട് ആവുന്നുണ്ട്. സോറിൻ്റെ ബാഡ്ജ് വന്നു. കുറച്ചൊരു സമയം എടുക്കുന്നത്. നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ചെയ്യുമ്പോഴും ഫസ്റ്റ് ബൂട്ടിന് സമയം എടുത്തിരുന്നു. ഇതും അതേപോലെ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, ഡയറക്റ്റ് ലോഗിൻ്റെത് വന്നു. പാസ്വേഡ് അടിച്ചു, ലോഗിൻ ചെയ്തു. ഒരു empty സ്ക്രീനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് മറ്റേ സോറിൻ പോലെയാണോ എന്ന് നോക്കാം. ഓക്കെ, വൈഫൈൻ്റെ ഒരു അവൈലബിൾ നോട്ടിഫിക്കേഷൻ വന്നു. ഓക്കെ, താഴെ സോറിൻ്റെ സ്റ്റാർട്ട് മെനു വന്നു. സ്റ്റാർട്ട് മെനു ക്ലിക്ക് ചെയ്തു. ഓ കൊള്ളാം, അത്യാവശ്യം ഫാസ്റ്റാണ്, മറ്റേ സിസ്റ്റത്തിനെക്കാട്ടി സ്പീഡുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പഴയ മൂലക്കിടുന്ന കമ്പ്യൂട്ടറിന് പുതുജീവൻ വന്നിരിക്കുകയാണ്. IBM ThinkPad വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ വളരെ സുഖമാണ്. ഈ OS വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ചുകൂടി ഈസി ആക്സസിങ് ആയിട്ടാണ് അതിൻ്റെ GU, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതൊക്കെ ചെയ്തിട്ടുള്ള. ഇപ്പോൾ കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കും കമ്പ്യൂട്ടറായിട്ട് വലിയ ഐഡിയ ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് ഈ കമ്പ്യൂട്ടറിൻ്റെ ഇതിലേക്കൊന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ GUI ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ കുട്ടികൾക്കും കുറച്ചുകൂടി എളുപ്പമാണ് അത് യൂസ് ചെയ്യാൻ. ഇപ്പോൾ ടച്ച് സ്ക്രീനൊക്കെ ഉള്ളൊരു സിസ്റ്റമൊക്കെ ആണെങ്കിൽ ഭയങ്കര കുറച്ചുകൂടി ക്യൂട്ടായിരിക്കും അത് യൂസ് ചെയ്യാൻ. സോറിൻ OSൻ്റെ 2 വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പോൾ ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ സോറിൻ OSൻ്റെ നമ്മൾ കോർ എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഒരു വെർഷനായിരുന്നു ഉപയോഗിച്ചത്. Core OS 15 കോർ എന്ന് പറയുന്നൊരു ഇതായിരുന്നു ചെയ്തത്. ഇപ്പോൾ ലൈറ്റിൽ വന്നപ്പോൾ 12.14 ഐ തിങ്ക് 12.4 ലൈറ്റ് എന്ന് പറയുന്നതായിരുന്നു ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ രണ്ട് OSൻ്റെയും രണ്ടും സെയിം. ഇതിൻ്റെ ഒന്ന് ലൈറ്റാണ്, ഒന്ന് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള OS ആണ്, കുറച്ചുകൂടി വെയിറ്റുള്ള OS ആണ്. 1 GB റാം മിനിമം വേണം ഇതിന്. ഈ ലൈറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്ത OSന് 512 MB റാമിൽ റൺ ചെയ്തതാണ്. നമ്മൾ വളരെ പഴയ ഒരു ഓൾഡ് സിസ്റ്റത്തിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. വിൻഡോസ് XPയിൽ വരെ ഹാങ് ആയിക്കൊണ്ടിരുന്ന സിസ്റ്റമായിരുന്നു. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട്. പിന്നെ കാണാനും കുറച്ചുകൂടി ഒരു നമുക്കൊരു വാൾപേപ്പറൊക്കെ ചേഞ്ച് ചെയ്ത ഫോണ് ഡെയിലി ഇപ്പോൾ നമ്മളെല്ലാ വീക്കിലിയും വാൾപേപ്പർ ചേഞ്ച് ചെയ്ത് ഒരു പുതിയതായിട്ട് തോന്നില്ലേ, ആ ഒരു ഫീലും ഉണ്ട്. OS മൊത്തം അങ്ങോട്ട് മാറിയപ്പം അതിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് മാറി. സിസ്റ്റം നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ മൂലയിൽ കിടക്കുന്ന പണ്ട് യൂസ് ചെയ്തിരുന്ന ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പഠിക്കാനോ ഏറ്റവും നല്ല ഇപ്പോൾ വരുന്ന കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി ആ സിസ്റ്റം കൊടുക്കുക. അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ആ ലൈറ്റ് വെർഷൻ നിങ്ങൾക്ക് നിങ്ങളെ പഴയ ഒഴിവാക്കി മൂലക്കൊക്കെ ഇട്ട ലാപ്ടോപ്പൊക്കെ എടുത്തിട്ട് ഈ അല്ലെങ്കിൽ പണ്ടത്തെ സിസ്റ്റമൊക്കെ എടുത്തിട്ട് ഈ സോറിൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നത്തെ സോറിനെ കുറിച്ചുള്ള 2 വീഡിയോ, ഫസ്റ്റ് വീഡിയോയും സെക്കൻഡ് വീഡിയോയും, ഈ 2 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോറിൻ, ഡീപ്പിൻ, അതേപോലെയുള്ള മിൻറ്റ്, ലിനക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആശയങ്ങളും നിങ്ങൾ വിലപ്പെട്ട കമൻസൊക്കെ താഴെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്പൈറോ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.